കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പജേറോ സ്പോർട്ടാണ്. പജേറോ സ്പോർട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാനുണ്ടായി. കാരണം സ്പോർട്ട് മാത്രമല്ല, അതിൻ്റെ SFX ആയാലും നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് SFX ഇപ്പോൾ കുറച്ച് ഡിമാൻഡിലാണ് നിൽക്കുന്ന വാഹനം. പക്ഷേ SFXനേക്കാൾ കുറച്ചും കൂടി സൈസും കുറച്ചും കൂടി കംഫർട്ടൊക്കെ തരുന്ന വാഹനമാണ് സ്പോർട്ട്. ഇതിപ്പോൾ സ്പോർട്ട് എന്ന് പറഞ്ഞാൽ സ്പോർട്ടി മാത്രമായിട്ടല്ല, നമുക്കൊരു എന്താ പറയുക, ഒരു ലോങ് ഡ്രൈവോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ പോകാനൊക്കെ നല്ല ബെസ്റ്റ് സംഭവമാണ് ഈ ഒരു വാഹനം. അപ്പോൾ നോക്കുകയാണെങ്കിൽ 2013 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 13 മോഡൽ വണ്ടി ഏകദേശം ഒരു 94,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. മെക്കാനിക്കൽ പരമായിട്ട് യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. 4x4 ആണ് വന്നേക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം, മാനുവൽ 4x4 ആണ് ഈ വാഹനം വന്നേക്കണം. നല്ല ഇത് തന്നെ വൃത്തിയായിട്ട് ഉപയോഗിച്ചാണ് ഒരു വണ്ടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പജേറോ സ്പോർട്ട്. കണ്ടോ, ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ നോക്കാം. നല്ല ക്വാളിറ്റിയാണ്. സീറ്റ്സ് ആയാലും കണ്ടോ, 2013 ആണെങ്കിലും അതിൽ നിന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനെ വെച്ച് നോക്കുമ്പോൾ കിലോമീറ്റർ ഓടാത്തതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി വാഹനം മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് പോയേക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പജേറോ സ്പോർട്ട്. വീണ്ടും ഞാനൊരു സ്പോട്ടായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനം നിങ്ങൾ കാണാം. ഇത് 2013 ആണ് ഇതിൻ്റെ മോഡൽ വന്നേക്കണേ. 13 മോഡൽ പജേറോ സ്പോർട്ട് 4x4 ആണ് കാണുന്നത്. ഉണ്ടോ, വാഹനത്തിൻ്റെ ലുക്ക് നോക്കാം. ഗംഭീര്യം നിറഞ്ഞൊരു വാഹനമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പജേറോൻ്റെ SFX ഉണ്ട്, അതേപോലെ തന്നെ പജേറോൻ്റെ ഈ ഒരു സ്പോർട്ട് എഡീഷൻ. ഇത് രണ്ടുമാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ സെക്കൻഡ് മാർക്കറ്റിൽ നിൽക്കുന്നത്. ഈ രണ്ട് വാഹനത്തിന് അതിൻ്റെതായ ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ നമുക്ക് SFXനേക്കാളും വളരെയധികം സൈസ് തോന്നിക്കുന്ന വാഹനമാണ്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് ആയാലും കുറച്ചും കൂടി SFXനേക്കാളും കുറച്ച് ലക്ഷറി ഫീലിംഗ് നമുക്ക് ഇൻറ്റീരിയേഴ്സിലൊക്കെ തോന്നുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു സ്പോർട്ട്. കേട്ടോ, വാഹനം ഗാംഭീര്യ ലുക്കിലാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ ടോപ്പ് വ്യൂ ഒക്കെ നോക്കിയേക്കാം. ഇതൊക്കെ തന്നെയാണ് വാഹനത്തിൻ്റെ ഹൈലൈറ്റ്, ഇതിൻ്റെ ആ ഒരു സൈസ്. പയ്യെ നമുക്കിനി ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കാം. ഇപ്പോൾ ഇതാണ് വീലാർച്ച്. വീലാർച്ചൊന്നും കുഴപ്പമില്ല, നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ഒറിജിനൽ മിത്സുബിഷിയുടെ അലോയ്സ് നമുക്കൂടെ കാണാം. ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും ഇവിടെ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ നമുക്കൂടെ കിട്ടുന്നില്ല. നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സ് ഉണ്ടോ, പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കൂടെ കാണാം. ഇവിടെയും ഹെഡ് ലാംപ്സ് നീറ്റായിട്ട് നോക്കാം. ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കൂടെ കാണാം. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഡോർസിലേക്ക് വരാം. രണ്ട് ഡോർ നോക്കാം. ഇവിടെ പജേറോ സ്പോർട്ടിൻ്റെ ബാഡ്ജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ചായാലും നീറ്റായിട്ടിങ്ങനെ വീലാർച്ച് നമുക്കിവിടെ കാണാം. ഇനി നമുക്കിവിടെ ടയേഴ്സിലേക്ക് വരാം. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കാണാം. സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷൻ ആയാലും നീറ്റായിട്ടിങ്ങനെ സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാം. ബാക്കിലേക്ക് വരാം. ഇവിടെ ഡിഫോഗേഴ്സും റിയർ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ലിഡ് നോക്കാം. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബമ്പേഴ്സിലും ആ ഒരു ക്വാളിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ടയർ കണ്ടീഷൻ നമുക്ക് നോക്കിയേക്കാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാം. രണ്ട് ഡോർസ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് വെച്ചപ്പെടാം. 4 പവർ വിൻഡോസും ORVM കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഡോർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്ന ഡോർസ് കാണാം. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കാം. സീറ്റ്സാണ് ഇതിൻ്റെ ആയിട്ട് ഹൈലൈറ്റ്. ഉണ്ടോ, കമ്പനി സീറ്റ്സാണ്. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ പൈനിയറിൻ്റെ മ്യൂസിക് സിസ്റ്റം, താഴെയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. 4x4 ആണ്. അതിൻ്റെ ഗിയർ നോബോട്ട് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് നമുക്ക് ഇവിടെ മ്യൂസിക്കിൻ്റെ മാത്രമേ കിട്ടുന്നുള്ളൂ. 96,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പ്ലാറ്റ്ഫോമൊക്കെ നോക്കാം. പ്ലാറ്റ്ഫോം നീറ്റായിട്ട് ഇരിക്കുന്നു. ഡോർ പാഡ്സ് ആയാലും നല്ല കണ്ടീഷനായിട്ട് ഇരിക്കുന്നു. സീറ്റ്സൊക്കെ നോക്കാം. റിയർ ഭാഗത്തെ സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കാണാം. റൂഫ് നോക്കിയേ, റൂഫ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ നമുക്കിവിടെ വിശദമായിട്ട് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഇവിടെയും നമുക്ക് പവർ വിൻഡോസും ന്യായമായിട്ടുള്ള ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സൊക്കെ അടുത്ത ഹൈലൈറ്റാണ്. കാണാം. വെൻറ്റിലേറ്റഡ് സീറ്റ്സ് എന്ന് പറയാനില്ല, പക്ഷേ ബ്രീത്തബിൾ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് മിഡിൽ നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്.
ഇവിടെ റിയർ ഭാഗം നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിവിടെ പാസഞ്ചർ സൈഡിൽ കാണിക്കാനുള്ളത് കേട്ടോ. നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നോക്കി വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പജറോൻ്റെ ഒരു എഞ്ചിൻ ഭാഗം. കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. കോമൺ റെയിൽ ഡയറക്റ്റ് ഇൻജെക്ഷൻ CRDA അതെ, ആ സംഭവമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല പവർഫുൾ എഞ്ചിനാണ്. അതേപോലെ അഡ്ജസ്റ്റ് നോക്കാം. അഡ്ജസ്റ്റ് ആയിട്ട് നല്ല വൃത്തി തന്നിരിക്കുന്ന ആ ഒരു അഡ്ജസ്റ്റ് നമുക്കിവിടെ കാണാം. ഉണ്ടോ, ഇവിടെയും നോക്കാം. ക്വാളിറ്റി തന്നിരിക്കുന്ന അഡ്ജസ്റ്റ് നമുക്കിവിടെ കാണാം. ഇവിടെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, കേട്ടോ. ഇതിൻ്റെ ലീക്കേജൊക്കെ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം നമുക്ക് കാണിക്കാനുള്ളത്. ട്രൈ ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ബൂട്ട് സ്പേസ്. അതിവിശാലമായിട്ടുള്ള ബൂട്ടാണ്. ഉണ്ടോ, നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ ഇവിടെയും പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം ആയാലും നല്ല വിശാലമായിട്ടെങ്കിലും പ്ലാറ്റ്ഫോം. എഡ്ജസ്റ്റിലേക്ക് നോക്കാം. എഡ്ജസ്റ്റിൽ എന്തിൻ്റെ രീതിയിലുള്ള ഡെൻഡോ പാസ്റ്റോ ഉണ്ട് അത് നമുക്ക് നോട്ട് ചെയ്യാം. ഉണ്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ലിഡും നോക്കാം. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പജറോൻ്റെ. സ്പെയർ വീലിലേക്ക് നോക്കാം. സ്പെയർ വീൽ എന്താണ് അവസ്ഥ നോക്കാം. നല്ല കുഴപ്പമില്ലാത്ത ഗ്രിപ്പുകളും സ്പെയർ വീലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, എല്ലാവരും ഈ ഒരു വാഹനം ഫുള്ള് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. വെറും 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വിലയുള്ള വാഹനങ്ങൾ നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഡെയിലി എത്തുന്നത് കേട്ടോ. കേരളത്തിലെ വേറൊരു ചാനലിലേക്കും ഇങ്ങനെ വരില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് പറഞ്ഞേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഡെയിലി വരുന്നതാണ്. ഇനി ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 10 ലക്ഷം രൂപയാണ് വാഹനം ചോദിക്കുന്നത്. 10.50 ലാക്സ്. 10.50 ലാക്സ് നിങ്ങൾക്കൊരു ഓഫ് റോഡ് ഇങ്ങനെ സ്വന്തമാക്കാൻ പറ്റും. അതാണ് ഈ വാഹനത്തിന് ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ പറയാറുള്ള പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യുക. വീഡിയോ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.